ഓക്കെ, അപ്പം ബ്രാഞ്ച് അക്കൗണ്ടിൽ നമ്മൾ ഡെറ്റർ സിസ്റ്റം ഓൾമോസ്റ്റ് അത് കവർ ചെയ്തിട്ടുണ്ട്. അതിൽ കോസ്റ്റ് പ്രൈസ് മെത്തേഡും അതുപോലെ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡും ഈ രണ്ട് മെത്തേഡും യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റം ആണ്. അതായത് ഡെറ്റർ സിസ്റ്റം കഴിഞ്ഞാൽ നെക്സ്റ്റ് ചോദിക്കാവുന്ന അല്ലെങ്കിൽ രണ്ട് മെത്തേഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതിൽ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റം ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി അതിൻ്റെ അനലിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയാറുണ്ട്. നേരത്തെ നമ്മൾ ഡെറ്റർ സിസ്റ്റത്തിൽ ചെയ്തതുപോലെ ഒറ്റ അക്കൗണ്ട് മാത്രമായിരിക്കില്ല നമ്മൾ ഇതിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് ഒരു ബ്രാഞ്ചിന് ഒരു അക്കൗണ്ട് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഡെറ്റർ സിസ്റ്റത്തിൽ പ്രിപ്പയർ ചെയ്തത്. പിന്നെ അത് റിലേറ്റഡ് ആയിട്ട് മാത്രമാണ്, അതായത് കമ്പൽസറി അല്ല, നമുക്ക് മിസ്സിംഗ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അതിൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൽ സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റത്തിൽ ഒരു അക്കൗണ്ട് മാത്രമല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓരോ ബ്രാഞ്ച് റിലേറ്റഡ് ആയിട്ടും മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, പിന്നെ ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു 5-6 അക്കൗണ്ട് നമ്മൾ ഇതിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതിൽ എല്ലാ അക്കൗണ്ട്സും ചിലപ്പം ചെയ്യണമെന്നുണ്ടാവില്ല, എന്നാലും ഈ ഒരു അക്കൗണ്ട്സും അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മെത്തേഡിൽ പഠിക്കാനുണ്ട്. ജനറലി ഇൻവോയ്സ് പ്രൈസിൽ ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്തായിരിക്കും സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ അക്കൗണ്ട്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വരുന്നത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ആണ്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറയുമ്പം സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മളിതിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇൻവോയ്സ് പ്രൈസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അതേ വാല്യൂസ് വെച്ചിട്ടാണ് ഈ ഒരു അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് ഇത് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റോക്ക് റിലേറ്റഡ് ഒരു കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ള പർപ്പസോട് കൂടിയാണ്. ഇനി ഇതിൻ്റെ രണ്ട് ടോട്ടലും ഈക്വലായിട്ട്, അതായത് ഒരു റിയൽ അക്കൗണ്ട് നേച്ചറുള്ള അക്കൗണ്ട് തന്നെയാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ബോത്ത് സൈഡ് ഈക്വലായിട്ട് തന്നെ വരണം. ഡിഫറൻസസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി ക്ലോസിംഗ് സ്റ്റോക്കും തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ സർപ്ലസ് ഓഫ് സ്റ്റോക്കായിട്ട് നമ്മളതിനെ ട്രീറ്റ് ചെയ്യും. അത് നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെബിറ്റ് സൈഡ് ഒന്ന് നോക്കുക. സാധാരണ സ്റ്റോക്കിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന എല്ലാ ഐറ്റമും നമ്മൾ ഡെബിറ്റ് സൈഡ് കാണിക്കും. സ്റ്റോക്കിൻ്റെ വാല്യൂ കുറയ്ക്കുന്ന എല്ലാ ഐറ്റമും നമ്മൾ ക്രെഡിറ്റ് സൈഡ് കാണിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പണിംഗ് വാല്യൂ ഓഫ് സ്റ്റോക്ക്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതായത് ബ്രാഞ്ചിലേക്ക് സ്റ്റോക്ക് അയച്ചിട്ടുള്ളതാണ്, സ്റ്റോക്കിൻ്റെ അളവ് കൂടും, അപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. പിന്നെ ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെയിൽസ് റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷനിലുള്ള സ്റ്റോക്കിൻ്റെ അളവ് കൂടുകയല്ലേ ചെയ്യുക. അപ്പോൾ സെയിൽസ് റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കാണിക്കണം. അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ കാണിക്കേണ്ട വാല്യൂ സെയിൽസ് റിട്ടേണിൻ്റെ വാല്യൂ. ഓക്കെ, പിന്നെ ക്രെഡിറ്റ് സൈഡ് കാണിക്കുന്ന ഐറ്റം ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്തിരിക്കുന്ന എത്ര ഗുഡ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ. പിന്നെ ക്യാഷ് സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ അത്രയും നമ്മുടെ സ്റ്റോക്ക് ഒഴിവാകും, അത്രയും സ്റ്റോക്ക് കുറയും. അപ്പോൾ അതുകൊണ്ട് അത് ക്രെഡിറ്റ് സൈഡ് കാണിക്കുക. പിന്നെ ക്രെഡിറ്റ് സെയിൽസ് നടന്നാലും സ്റ്റോക്ക് അപ്പം തന്നെ പോകുന്നുണ്ട്, അപ്പോൾ അതും നമ്മൾ കാണിക്കണം അണ്ടർ ദി ഹെഡ് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്. പിന്നെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, അത് കമ്പൽസറി അല്ല, അതായത് ക്വസ്റ്റ്യനിൽ നോർമൽ ലോസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിക്കേണ്ടതാണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നോക്കാം. അതുപോലെ അബ്നോർമൽ ലോസും, ഇത് ഓപ്ഷണലാണ്, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരാം, ഇല്ലാതിരിക്കാം. അപ്പോൾ അങ്ങനെ ലോസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ക്രെഡിറ്റ് സൈഡാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഇനി ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ക്ലോസിംഗ് ബാലൻസ് തരാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ക്ലോസിംഗ് സ്റ്റോക്കായിരിക്കും. ഓക്കെ, ഇനി ക്ലോസിംഗ് വാല്യൂ കൂടെ തന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഈ ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്കും കൂടെ കാണിക്കും. എന്നിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഐദർ സർപ്ലസ് ഓഫ് സ്റ്റോക്ക് ആയിരിക്കാം, അതല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് ആയിരിക്കാം. ഓക്കെ, ഇത് ക്ലോസിംഗ് വാല്യൂ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലാണ്.
ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ക്ലോസിംഗ് വാല്യൂ ഓഫ് സ്റ്റോക്ക് തന്നെയായിരിക്കും. ഓക്കെ, ഇതാണ് ഒരു സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ അക്കൗണ്ട് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ലോട്ട് പ്രൈസുകൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടുകളാണ്. അതായത് പ്രോഫിറ്റ് പാർട്ട് മാത്രം നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുന്നത്. ലോട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് പാർട്ട്, ആ പ്രോഫിറ്റ് പാർട്ട് മാത്രം എടുത്ത് എഴുതുന്ന അക്കൗണ്ടാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്തൊക്കെ വരും? നമ്മളിവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലോട്ട് പ്രൈസ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് കാണിക്കണം. അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ നേരത്തെ ഡെറ്റർ സിസ്റ്റത്തിൽ ഇതെല്ലാം കൂടെ ഒറ്റ അക്കൗണ്ടായിട്ട് കാണിച്ചു എന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ആയിട്ട് കാണിക്കുന്നു എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അതിൻ്റെ സൈഡൊന്നും മാറുന്നില്ല. അപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലോട്ട് പ്രൈസ് നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതിൻ്റെ ലോട്ട് പ്രൈസ് ഓപ്പോസിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കാണിക്കാം. ഇനി സർപ്ലസ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ സർപ്ലസ് ഓഫ് സ്റ്റോക്കിൻ്റെ ലോഡ് എമൗണ്ട് നമ്മൾ സർപ്ലസ് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ, ഇനി ക്രെഡിറ്റ് സൈഡ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ എമൗണ്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ദെൻ അബ്നോർമൽ ലോസ് അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ലോട്ട് പ്രൈസ് ഓപ്പോസിറ്റ് സൈഡിൽ കാണിക്കാം. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് അതിൻ്റെയും ലോട്ട് പ്രൈസ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാം. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ആണെങ്കിൽ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഇത്രയാണ് നമുക്ക് കാണിക്കേണ്ടി വരിക. ഓക്കെ, ഇതിൽ കാണിച്ചിരിക്കുന്ന സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റത്തിൻ്റെയൊക്കെ ലോട്ട് പ്രൈസുകൾ മാത്രം നമ്മൾ ഓപ്പോസിറ്റ് സൈഡ്സിലായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടായി. ഇനി ഇതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ഉണ്ടായിരിക്കുക. ഇവിടെയാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും, ഇവിടെയാണ് ബാലൻസ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ലോസ് ആയിരിക്കും. എനിവേ അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കായിരിക്കും. നെക്സ്റ്റ് വൺ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടാണ്. ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ നോർമലി റിയൽ അക്കൗണ്ട് പോലെ തന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന സെയിം തന്നെയാണ്. ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ വാല്യൂ കൂട്ടുന്നത് ഡെബിറ്റ് സൈഡിലും അത് ലെസ് ചെയ്യുന്ന ഐറ്റം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്ന ഐറ്റം ക്രെഡിറ്റ് സൈഡിലും കാണിക്കുന്നു. നമ്മൾ നേരത്തെ ഡെറ്റർ സിസ്റ്റത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസും ക്രെഡിറ്റ് സെയിൽസും നമ്മൾ ഈ സൈഡിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഇവിടെ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് കാണിക്കുന്നത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് നിങ്ങൾ സ്റ്റോക്ക് അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ സെയിം വാല്യൂ കാണാൻ കഴിയും ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സെയിൽസ് കാണാൻ കഴിയും. അതേ എമൗണ്ട് തന്നെയാണ് ഇവിടെ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതേ ഐറ്റം ബ്രാഞ്ച് സ്റ്റോക്കിലും ബ്രാഞ്ച് ഡെറ്റേഴ്സിലും ഒരുപോലെ കാണിക്കുന്ന ഐറ്റമാണ് ക്രെഡിറ്റ് സെയിൽസ്. രണ്ട് എഫക്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റേഴ്സ് നമുക്ക് എത്ര ക്യാഷ് തന്നു, ക്യാഷ് കളക്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ബിൽസ് റിസീവബിൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ബിൽസ് റിസീവബിൾ ആയിക്കഴിഞ്ഞാൽ എന്താ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ നമുക്ക് ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് കുറയുക ചെയ്യുക. ബിൽസ് റിസീവബിൾ കൂടുന്നതിനനുസരിച്ച് ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് കുറയും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഒരു ഐറ്റമാണ്. പിന്നെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റിട്ടേൺസ് ഉണ്ടെങ്കിൽ, അതായത് കസ്റ്റമേഴ്സ് റിട്ടേൺ അയച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. ദെൻ ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ബാഡ് ഡെറ്റ്, ഡിസ്കൗണ്ട് അലൗഡ് എന്നീ കാര്യങ്ങൾ കാണിക്കുക. ഇതൊക്കെ നമ്മൾ മറ്റേതിൽ കാണിച്ചിരിക്കുന്നതാണ്, പക്ഷേ ഇതിൻ്റെ ഹെഡിൽ വ്യത്യാസം വരുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു ഡിഫറൻസ് വരുന്നത്. ഡെറ്റേഴ്സ് സിസ്റ്റത്തിൽ നമ്മൾ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് മെമ്മോറാണ്ടം അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബാഡ് ഡെറ്റും ഡിസ്കൗണ്ടും ഒക്കെ അവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺ ഒക്കെ. പക്ഷേ ഇതിൻ്റെ ഹെഡിൽ ചെറിയ വ്യത്യാസം വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് പഠിക്കാം. ദെൻ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടെത്തുന്ന വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പം ഓപ്പണിംഗ് വാല്യൂ ഓഫ് ഡെറ്റേഴ്സ് ആയിരിക്കാം, ക്ലോസിംഗ് വാല്യൂ ഓഫ് ഡെറ്റേഴ്സ് ആയിരിക്കാം, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ആയിരിക്കാം, ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കാം.
അത് നമുക്ക് എന്താണോ മിസ്സിംഗ് ഫിഗർ അതായിരിക്കും നമ്മൾ ഈ ഒരു അക്കൗണ്ട് വെച്ചിട്ട് കണ്ടെത്തുന്നത്. ഓക്കെ, ഇനി അടുത്തത് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. ഇതൊന്നും അസർട്ടൈൻ ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടാൻ മാത്രമാണ്. അത് നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ്. ബ്രാഞ്ച് എക്സ്പെൻസിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് നമുക്ക് എന്തൊക്കെ എക്സ്പെൻസുകൾ ആ ഒരു ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ എൻ്റർ ചെയ്യുക. സാലറി, റെൻറ്റ്, പെറ്റി ക്യാഷ് അല്ലെങ്കിൽ സൺട്രി എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് തന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ എൻ്റർ ചെയ്യുക. പിന്നെ ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ബാഡ് ഡെറ്റ്, ഡിസ്കൗണ്ട് എന്നീ കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുക. പിന്നെ ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ബ്രാഞ്ച് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടും കാണിക്കാം. ഇത്രയും കാര്യങ്ങൾ ടോട്ടൽ ചെയ്താൽ നമുക്ക് ബാലൻസ് എത്രയാണെന്നുള്ളത് കിട്ടും. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് എടുത്തെഴുതുക. അതായത് ഇത് ടോട്ടൽ ചെയ്തിട്ട് സെയിം ടോട്ടൽ ഇങ്ങോട്ടേക്ക് എഴുതുക, അതേ എമൗണ്ട് മുകളിലേക്ക് എടുത്തെഴുതുക. ഇതായിരിക്കും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കാണിക്കുന്ന ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് ആയിരിക്കും. ഓക്കെ, പിന്നെ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ടുകളൊക്കെ നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇത് പ്രിപ്പയർ ചെയ്ത സമയത്ത് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഗ്രോസ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് എൻ്റർ ചെയ്യാം. അതല്ല ലോസ് ആണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിലേക്കും എൻ്റർ ചെയ്യുന്നതാണ് സ്റ്റാർട്ടിംഗ് എലമെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം നമ്മൾ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിലൂടെ ടോട്ടൽ എത്രയാണ് നമ്മളുടെ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എക്സ്പെൻസിൻ്റെ എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവും. അതും നമ്മൾ ഓപ്പോസിറ്റ് സൈഡ്, ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കിട്ടിയത്, അപ്പോൾ നമ്മളത് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക എക്സ്പെൻസ് എത്രയാണെന്നുള്ളത്. പിന്നെ കാണിക്കേണ്ട കാര്യം കോസ്റ്റ് പോർഷൻ ഓഫ് ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ അബ്നോർമൽ ലോസ് അല്ലെങ്കിൽ സർപ്ലസ് ഓഫ് സ്റ്റോക്ക്. ഈ ഇൻഷുറൻസ് ക്ലെയിം ഒന്നും നിങ്ങളിപ്പോൾ കൺസിഡർ ചെയ്യേണ്ട. നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക്, അബ്നോർമൽ ലോസ് അല്ലെങ്കിൽ സർപ്ലസ് ഓഫ് സ്റ്റോക്ക് ആസ് ദ കേസ് മേ ബി, അതിൻ്റെയൊക്കെ കോസ്റ്റ് പോർഷൻ മാത്രം നമ്മളിതിലേക്ക് മാറ്റി എഴുതേണ്ടതുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐദർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടാണ്. അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എത്രയാണ് അവിടുത്തെ ഗുഡ്സ് സെൻഡിൻ്റെ വാല്യൂ എന്ന് അറിയുന്നതിന് വേണ്ടി മാത്രമാണ്. അതിൽ നമുക്ക് കാണിക്കേണ്ടത് ഗുഡ്സ് സെൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ്. അതായത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്രയാണെന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അതുപോലെ ഗുഡ്സ് റിട്ടേൺഡ് ടു ബ്രാഞ്ച് എത്രയെന്നുള്ളതും കാണിച്ചിട്ടുണ്ടായിരിക്കും. ഈ എമൗണ്ടുകൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കാണിക്കുക. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ക്രെഡിറ്റ് സൈഡിലും ഗുഡ്സ് റിട്ടേൺഡ് ടു ബ്രാഞ്ച് റിട്ടേൺഡ് ടു എച്ച് ഒ എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിലും സ്റ്റോക്ക് അക്കൗണ്ടിൽ കാണിച്ചിരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്സ് ആയിട്ട് കാണിക്കാം. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് കാണിച്ചിട്ടുണ്ടായിരിക്കും, ഇതിൻ്റെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെ ലോഡ് എമൗണ്ടും ഗുഡ്സ് റിട്ടേൺഡ് ടു ബ്രാഞ്ചിൻ്റെ ലോഡ് എമൗണ്ടും കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെയും കോസ്റ്റ് പോർഷൻ നമ്മൾ ഈ ഒരു അക്കൗണ്ടിലാണ് എടുത്തെഴുതേണ്ടത്. ഈ 4 കാര്യങ്ങൾ മാത്രമായിരിക്കും ഗുഡ്സ് സെൻഡിൽ ഉണ്ടായിരിക്കുക. അതായത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സ് റിട്ടേൺഡ് ടു ബ്രാഞ്ച്, അതിൻ്റെ രണ്ടിൻ്റെയും ലോഡ് എമൗണ്ടുകൾ. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് എത്രയാണെന്നുണ്ടെങ്കിലും അത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇത്രയും അക്കൗണ്ട്സ് ആയിരിക്കും നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റത്തിൽ പ്രിപ്പയർ ചെയ്യേണ്ട മാക്സിമം അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ.